ഹായ് ഹലോ, നെല്ലിക്ക വെച്ച് ഇന്നൊരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. നെല്ലിക്ക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വിറ്റാമിൻ സിയുടെ ഒരു വലിയ കലവറയാണ് നെല്ലിക്ക. അപ്പോൾ ഈ നെല്ലിക്ക വെച്ചൊരു ജ്യൂസാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഈ ജ്യൂസിന് വളരെയധികം ഗുണകരമായ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ നെല്ലിക്ക കുരു കളഞ്ഞ് ചെത്തിയെടുത്ത് മിക്സിയിലിടുക. ഒരു 2 കഷ്ണം ഇഞ്ചി കൂടെ എടുത്തിട്ട് ചതച്ചിട്ട് മിക്സിയിലിടുക. ആവശ്യത്തിന് ഒരു പിഞ്ച് ഉപ്പിടുക. അത് ഈ പറഞ്ഞ പോലെ പ്രഷറോ കാര്യങ്ങളോ ഉള്ളവരാണെങ്കിൽ അത് വേണ്ടാന്നും വെക്കാം. അതുപോലെ 2 കഷ്ണം കാന്താരി കൂടെ ഇടുക. ഇത് ചതച്ചിട്ട് എടുത്തിട്ട് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുക. ഇതരിച്ച് നമ്മൾ ജ്യൂസ് എടുത്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ് ഇതിലൂടെ വരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്താണെന്ന് കൂടെ പറഞ്ഞേക്കാം. നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ഗ്ലൂട്ടാതയോൺ എന്നൊരു പറയുന്ന സാധനം കുറഞ്ഞു കഴിയുമ്പോഴാണ് നമ്മുടെ സ്കിന്നിന് തിളക്കം കുറവും അതുപോലെ നിറം മങ്ങലും അതുപോലെ റാഷസും അതുപോലെ സ്കിന്നൊക്കെ ഡ്രൈ ആയി കിടക്കലൊക്കെ ഉണ്ടാവുന്നത് ഇതിൻ്റെ ഒരു കുറവ് കൊണ്ടാണ്. അപ്പോൾ ഗ്ലൂട്ടാതയോൺ നമ്മുടെ ശരീരത്തിൽ തന്നെ വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു 2 വിറ്റാമിനാണ് വിറ്റാമിൻ ഡിയും വിറ്റാമിൻ സിയും. അതുപോലെ പച്ചിലക്കറികൾ നമ്മൾ ഒരുപാട് കഴിക്കുകയാണെങ്കിൽ ഗ്ലൂട്ടാതയോൺ നമ്മുടെ ശരീരത്തിൽ വർദ്ധിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. പച്ചക്കറി എന്ന് പറയുമ്പോൾ പച്ചിലകൾ എന്ന് പറയുമ്പം പച്ചച്ചീര അതുപോലെ മുരിങ്ങയില തവരയില അതുപോലെ ഇതെല്ലാം പച്ചിലക്കറികളും കറി വെച്ച് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂട്ടാതയോൺ കൂടി വരും. അതിൻ്റെ അളവ് കൂട്ടി നമുക്കെടുക്കാം. അതുപോലെ തന്നെ പച്ചക്കറികളിൽ വരുമ്പോൾ ക്യാബേജ്, ബ്രൊക്കോലിൻ, സീഡ്സ്, മാതളം അതുപോലെ അതുപോലെ ഇങ്ങനെ പച്ചക്കറികൾ നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗ്ലോ തരും. അതായത് നാച്ചുറലാണ് ഞാൻ പറയുന്നത്, നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന. നമ്മൾ ഗ്ലൂട്ടാതയോണിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരുപാട് പേര് ഇഞ്ചക്റ്റ് ചെയ്യുന്നുണ്ട്, മെഡിസിൻ കഴിക്കുന്നുണ്ട്. അതൊന്നും വേണ്ടാതെ നമ്മളെ വീട്ടിൽ നമ്മൾ നാരങ്ങ വെള്ളം വെച്ച് കുടിക്കില്ലേ ക്ഷീണാകുമ്പോൾ, അതിന് പകരം ഈ ഒരു ജ്യൂസ് നമുക്ക് കുടിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് വളരെയധികം ഗുണകരമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ബൈ ബൈ.